ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതോടെ തനിക്ക് വിഷാദരോഗം പിടിപെട്ടുവെന്ന് എറണാകുളം എം പി പ്രൊഫസർ കെ.വി. തോമസ്. ഇത്തരത്തിലുള്ള രോഗാവസ്ഥയെ താൻ മറികടന്നത് സംഗീതം കേട്ടുകൊണ്ടാണെന്നും കെ.വി. തോമസ് പറഞ്ഞു. അദ്ദേഹം അഗസ്റ്റിൻ ജോസഫ് സ്മാരക പുരസ്കാരത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് കെ.വി. തോമസ് ഇത്തരത്തിൽ തൻ്റെ സ്വകാര്യ ദുഃഖം പൊതുവായി അല്ലെങ്കിൽ പബ്ലിക്കായി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സീറ്റ് നിഷേധിച്ചതിൽ താൻ തളർന്നുപോയി. സഹായികളിൽ ഒരാളോട് ഒരു ഗാനം പ്ലേ ചെയ്യാൻ പറഞ്ഞു. കർത്താവേ യേശുനാഥ എന്ന ഗാനമായിരുന്നു സഹായി പ്ലേ ചെയ്തത്. അങ്ങനെ വിഷാദരോഗത്തെ മറികടക്കാൻ സംഗീതം എന്നെ സഹായിച്ചു എന്നാണ് കെ.വി. തോമസ് പറഞ്ഞത്. യേശുദാസും തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശ സംഗീത സഭയും ചേർന്ന് ഏർപ്പെടുത്തിയ പുരസ്കാര സിൽവർ ജൂബിലിയിലായിരുന്നു കെ.വി. തോമസിൻ്റെ പരാമർശം. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ യേശുദാസിൻ്റെ അച്ഛനാണ് അഗസ്റ്റിൻ ജോസഫ്. അദ്ദേഹത്തിൻ്റെ സ്മാരക പുരസ്കാര ചടങ്ങിൽ വെച്ചാണ് ഇത്തരമൊരു തൻ്റെ സ്വകാര്യമായ ഒരു അനുഭവം കെ.വി. തോമസ് പറഞ്ഞത്. വിഷാദരോഗം എന്ന് പറയുന്നത് പലതരത്തിൽ വരാം. വൈകാരികമായ ആഘാതം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ രോഗം പിടിപെടാം. ജനറ്റിക്കായിട്ടുള്ള കാരണങ്ങൾ അതിനുണ്ട്. പല കാരണങ്ങൾ വിഷാദരോഗത്തിനുണ്ട്. ഒറ്റപ്പെടുക, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ഉൾവരിഞ്ഞ് നിൽക്കാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ അത്തരമൊരു ത്വര രൂപപ്പെടുക, ആരോടും അങ്ങനെ സംസാരിക്കാൻ ഇഷ്ടപ്പെടാതിരിക്കുക, എപ്പോഴും വിഷാദഭാവം കാട്ടുക, ആഹാരത്തോട് അങ്ങനെ താല്പര്യം, ഇതുവരെ പ്രിയപ്പെട്ട എല്ലാത്തിനോടും ഒരുതരം വിമുഖത ഉണ്ടാവുക തുടങ്ങി നിരവധി ലക്ഷണങ്ങളാണ് വിഷാദരോഗത്തിന് ഉള്ളത്. വല്ലാത്ത അവസ്ഥയാണ്. പല പ്രമുഖർക്കും സാധാരണക്കാർക്കും ഒക്കെ പിടിപെടാവുന്ന ഒരു രോഗമാണ്. പിടിപെട്ടിട്ടുള്ള അസുഖവുമാണ് വിഷാദരോഗം. അതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ദുഃഖഭാവമാണ്, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് കരയാൻ തോന്നുന്ന ഒരു മാനസിക അവസ്ഥയാണ് വിഷാദരോഗത്തിൻ്റെ ലക്ഷണം. 2 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണിത്. അതിനുശേഷമാണ് തുടർച്ചയായി 2 ആഴ്ചയിൽ ഇത്തരം ഒരു അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായും സൈക്കാട്രിസ്റ്റിനെ കാണുകയും ഒപ്പം തന്നെ വിഷാദത്തിന് കുറിക്കുകൊള്ളുന്ന മരുന്നുകളൊക്കെ ഇപ്പോഴുണ്ട്. അത് കഴിച്ച് വളരെ വേഗം സുഖപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇത്. പലർക്കും പ്രിയപ്പെട്ടത് എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ, ഒരുപക്ഷെ പ്രണയത്തിലെ നഷ്ടമാവാം, അല്ലെങ്കിൽ പ്രിയപ്പെട്ട എന്തിനോടുമുള്ള ഒരു നഷ്ടമാവാം. അങ്ങനെ ഒരുപക്ഷെ കെ.വി. തോമസ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ അധികാരമാവാം. ആ അധികാരം നഷ്ടപ്പെട്ടതിൽ അദ്ദേഹത്തിനുണ്ടായ വൈകാരിക ആഘാതമാണ് ഇത്തരത്തിൽ വിഷാദരോഗമായി മാറിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സംഗീതം തന്നെ അതിൽ നിന്ന് വിമുക്തി നേടാൻ തന്നെ പ്രേരിപ്പിച്ചു എന്നും കെ.വി. തോമസ് പറയുന്നു. മറ്റൊരു കാരണം കൂടി അല്ലെങ്കിൽ ഇതുപോലെ സമാനമായ ഒരു അനുഭവം നമുക്ക് കെ. ബാബുവിൻ്റെ കാര്യത്തിൽ പറയാം. അദ്ദേഹം മന്ത്രിപദം നഷ്ടപ്പെട്ടതിന് ശേഷം സമൂഹത്തിൽ നിന്ന് അദ്ദേഹം ഒറ്റപ്പെട്ടു. അദ്ദേഹം ഒരിക്കലും വിഷാദരോഗിയാണ് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞില്ല. എങ്കിൽ പോലും അദ്ദേഹം സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും ഉൾവലിഞ്ഞ ഒരു അവസ്ഥയിലായിരുന്നു ഏറെ നാൾ. പൊതുപരിപാടികളൊന്നും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. അതിനുശേഷം 1-2 പരിപാടികൾ മാത്രമാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പോഴും അദ്ദേഹം വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പലർക്കും പ്രിയപ്പെട്ട എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ ആ വൈകാരിക ആഘാതത്തിൽ നിന്നുണ്ടാകുന്ന ഒരുതരം മാനസിക രോഗമാണ് വിഷാദരോഗമെന്ന് ഇപ്പോഴത്തെ ആധുനിക ശാസ്ത്രം പറയുന്നു. അങ്ങനെ തോമസ് മാസ്റ്റർക്ക് അല്ലെങ്കിൽ കെ.വി. തോമസിന് ഇത്തരത്തിലുള്ളൊരു വൈകാരിക ആഘാതം ഉണ്ടായെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് സീറ്റ് നിഷേധിച്ച ഘട്ടത്തിലാണ് അത്തരമൊരു ആഘാതം ഉണ്ടായതും അത് വിഷാദരോഗമായി രൂപപ്പെട്ടതും അതിനെ തന്നെ സഹായിച്ചത്, അതിൽ നിന്ന് വിമുക്തി നേടാൻ സഹായിച്ചത് സംഗീതമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ തുറന്നു പറച്ചിൽ.